സുപ്രഭാതം കേട്ടില്ലെന്ന് വേണ്ട. ഓ, നല്ല ഐശ്വര്യം. കറണ്ടും പോയി. ഞാനൊന്ന് കുളിച്ച് വരുമ്പോഴത്തേനും കറണ്ട് വരും. മാറിപ്പോയി ദൈവമേ, ആരുമില്ല. ഈ ഗ്രാമത്തിൽ ഇത്രയധികം ആൾക്കാരാ. ഇവന്മാർക്ക് ഉറക്കമില്ലേ? അമ്പലത്തിലെ പണി ഇന്നത്തോടുകൂടി തീരും. സാരമില്ലടാ, ഇനി ഞാൻ നാടകം കളിച്ച് ജീവിച്ചോളാം. അവരെ ഇറക്കിവിടെ, ഇങ്ങോട്ട് ഇറക്കിവിടെ. ഞങ്ങൾക്ക് കാണാവനെ, ഇങ്ങോട്ട് ഇറക്കിവിടെ. ഞങ്ങൾ സംസാരിക്കാം, ഇങ്ങോട്ട് ഇറക്കിവിടെ. എന്തിനാ എന്റെ വീട്ടിൽ വന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്? അപ്പൊ താഴ്ന്നു പറഞ്ഞില്ലേ പ്രശ്നം? എന്നാ ഞങ്ങൾ പറയാ, അവരിങ്ങോട്ട് ഇറക്കിവിടെ. വാടാ ഇങ്ങോട്ട്, മര്യാദക്ക് ഇറങ്ങി വരാൻ. ഇറക്കി വിടേ അവനെ, ഇങ്ങോട്ട് ഇറക്കി വരാൻ. വരാനാ പറഞ്ഞത്. മര്യാദക്ക് ഇറങ്ങി വരുന്നുണ്ടോ? എന്തിനാണോ ഇവരിങ്ങനെ ബഹളം വെക്കുന്നത്? അങ്ങോട്ട് കയറും. അത് മേനോനാണല്ലോ. മേനോനും കൂട്ടരോ ഇവിടെ വന്നു? അതെ. ശരി, അമ്മ ഇതങ്ങോട്ട് പിടിച്ചേ. ഇത് അമ്പലത്തിന്റെ താക്കോലല്ലേ? ഒരു നാടകക്കാരനായി എനിക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെന്ന് എത്രയോ തവണ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ. അപ്പോ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ മണിയുടെ അമ്മ അറിഞ്ഞില്ലേ? എന്താ? അതെ, അതൊക്കെ വർഷ സമയമെടുത്ത് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഇന്നു മുതൽ ഞാൻ പഴശ്ശി തമ്പുരാനായിട്ടൊന്ന് മുഴുകട്ടെ. പോട്ടെ അമ്മ. അങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാടാ. ഈ താക്കോൽ ഇവർക്ക് കൊടുത്തേ. ഇതാണ് കാര്യം. ചാവി കിട്ടി. അവരെ ഞങ്ങൾ എടുത്തോളാം. വരടാ. ഇറച്ചി, നല്ല ഇറച്ചി, മനുഷ്യനെ മയക്കണ ഇറച്ചി, ഇത് മനുഷ്യനെ കുരുക്കണ ഇറച്ചി. ഇറച്ചി, നല്ല ഇറച്ചി. കോഴിക്കോട് ഹലോ, പൊള്ളാച്ചിന്ന് പോക്കരാ? പോത്തിന്റെ കാര്യം പറയാനാണോ? ഇസ്മായിലുണ്ട്, ഇസ്മായിലുണ്ട്. കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ഇതേ പൊള്ളാച്ചിന്ന് പോക്കരാ. എന്നാ ഹലോ ഹലോ ഹലോ, ഇസ്മായിൽ ഇവിടെ ഒന്ന് റേഞ്ച് കിട്ടൂല, അങ്ങോട്ട് മാറി സംസാരിക്കും. നീ ഇപ്പം എന്റെ പൊന്നെ എന്നാ തലയാണോ? എന്നാ എന്നെക്കാളും വയസ്സ് മൂത്ത പോത്താ, നല്ല മാംസം. സഞ്ചി കാണിക്കേ, കൊണ്ടുപോ കൊണ്ടുപോ. അവിടെ തന്നെ എന്റെ കരളെ, ഒരു കരളിന്റെ പ്രശ്നം. നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ. ശരിയായി, കട്ടായി തോന്നല്ലോ. കട്ടായി, പിന്നെ വിളിക്കാം. പൊള്ളാച്ചിന്ന് പോക്കരാ? നീയായിരുന്നോ? ഞാൻ പോരാടാ. ഞാൻ പോരാടാ. ഇതൊന്നും തീർത്തിട്ട് പോടാ. അതെ, എനിക്ക് ഒരു കിലോ ഇറച്ചിയല്ല വിഷയം, എന്റെ നാടകം എനിക്ക് കാര്യം. അറിയോ, നീ ആർക്കാണെ വെട്ടി ഇറങ്ങിട്ട് കൊടുക്കും അവന്റെ ഒരു ഇറച്ചി. വായിലോട്ട് നോക്കി നിൽക്കാതെ വണ്ടി ഇറാ. ഓവറായോ? ഉള്ളത് കൊണ്ട് ഓണം പോലെ. ചേട്ടാ, ഈ വണ്ടിയിലെ യാത്ര എങ്ങനെയുണ്ട്? സുഖമല്ലേ? കൊള്ളാം അല്ലേ മോളെ? ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓട്ടത്തിന് കാശ് വേണ്ട. കാശ് വേണ്ടേ? വേണ്ട, പകരം ഞാനൊരു കിസ് ചോദിക്കും. നിർത്തടാ. അവന്റെ ഒരു കിസ് തോന്നിയാസം പറയുന്നോടാ, അടിച്ചിന്റെ പല്ല് താഴെയിടും. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ, ആ കിസ്സല്ല, ചോദ്യം. എന്റെ പൊന്നമ്മാവാ, ഞാൻ അത്രക്കാരനല്ല. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 50 രൂപ തരും. ഉത്തരം തെറ്റിച്ചാൽ 100 രൂപ എനിക്ക് തരണം. ചോദിച്ചോട്ടെ. എന്നാ ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ള നോവൽ എഴുതിയത് ആര്? വേഗം പറഞ്ഞു. ഇല്ല. കൺഗ്രാജുലേഷൻസ്, എന്റെ 50 പോയി. 50 രൂപ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു.
എന്നിട്ട് എന്തിനാണ് നീ വണ്ടി ഓടിക്കുന്നത്? പാപ്പാനായ പോരെ? അതല്ലേ ആ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അതാണ് ചോദ്യം. ക്ലൂ ഇല്ല, പറഞ്ഞോ. അത് MT വാസുദേവൻ നായർ. ഉത്തരം തെറ്റിപ്പോയി. ശരിയായിട്ടുള്ള ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ 100 രൂപ എടുത്തോ. വേഗം വിട്. അങ്ങോട്ട് തരാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു, പിന്നെന്താ ഇങ്ങോട്ട് തരാൻ ഇത്ര പ്രയാസം? ആ. അപ്പോ എനിക്ക് കൺഗ്രാജുലേഷൻസ്. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. സൈഡിലേക്ക് ഒതുക്കി തരാം. നിങ്ങളൊന്ന് ഇറങ്ങി. ചേച്ചി ശരിക്കും വില പറ. 3000 രൂപയാ. ഓ അത് കൂടുതലാണല്ലോ. എന്നാ കുടുംബത്തോട് പൊക്കോ, വേഗം പൊക്കോടാ, പോടാ. പഠിക്കുന്ന 3000. ഓ, പച്ച മീനിനെ കണ്ടിട്ട് അവൻ പറയുന്ന കണ്ടില്ലേ? 3000 വേമ്പാ, പഠിക്കുന്ന 2000 നിനക്ക് വേണം. 2000 നീ എനിക്ക് കുറച്ച് കാശ് തരാണ്ടല്ലോ. പറ്റെങ്കിൽ പറ്റി എടുത്തോണ്ട് പോക്കോ. ഒന്ന് അങ്ങോട്ട് പൊക്കിക്കൊടുറാ. നീ എന്താണ് നോക്കിക്കണ? അങ്ങോട്ട് കോരിയിടും. നന്നായിട്ട് കോരി എടുക്കടാ. ആ, ചതക്കരുത്. നിക്ക്. എനിക്ക് നീ കാശ് തരാനുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയി മീൻ വാങ്ങിച്ചല്ലേടാ? അത് കടം കിട്ടുന്ന എവിടെയും ഞാൻ പോയി വാങ്ങിക്കും. എന്റെ പൂജാമോളന്ന് SI വന്നോട്ടടാ. നിന്നെ കാണിച്ചു തരാവടാ. അപ്പൊ ഞാൻ അവളെ കെട്ടൂലേ? പിന്നെ നിന്നെ ഒട്ടും ഇറക്കടാ. പിന്നെ എടാ ഇറക്കാൻ. ഒന്ന് ആ, പോലെ. ഇറക്ക് മീന്. ഇന്നാ ഇറക്കി. മാന്യരെ, കഴിഞ്ഞ സുനാമി ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അമ്പിളി എന്ന പെൺകുട്ടിയുടെ വിവാഹ ധനശേഖരണാർത്ഥം കുറുക്കന്തറ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പഴശ്ശിത്തമ്പുരാൻ എന്ന നാടകത്തിനുള്ള സംഭാവന ജനഹൃദയങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതാണ്. ഈ നാടകം പ്രശസ്ത സംവിധായകൻ പ്രേം ലൂയിസ് സംവിധാനം ചെയ്യുന്നു. അതുകൊള്ളാം, ഗംഭീരമായിട്ട്. അപ്പൊ എത്ര ആർക്ക് എഴുതുന്നുണ്ട്? ആർക്കെ നേർ സാറ് വിദേശ മലയാളല്ലേ? 1000 രൂപ ഒട്ടും കുറയ്ക്കണ്ട. പിന്നെ ആർക്കെ സാർ അമേരിക്കയിലെ പഴശ്ശിരാജാവിന് ഒരു കളി പൊങ്ങിയത് തമ്പുരാനല്ലേ? ആ തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ. അതെ. എന്നാ നാടകമെന്നറിയാം ഞങ്ങളുടെ. സാറിന്റെ ഭാര്യ അമേരിക്കയിലായി പോയത് കഷ്ടായി പോയി. അതെന്താ? അല്ലെങ്കിൽ സാറിന് ഒരു ഫാമിലി പാസ് തരായിരുന്നേ. എന്തോ അതിരിക്കും. അതെ. അതൊന്നും വേണ്ട. ഏതായാലും സുനാമി ദുരന്തത്തിൽപ്പെട്ട ഫാമിലിയുടേതല്ലേ, ഒരു 10 എഴുതിക്കോ. എടാ 10 അല്ലടാ 10000. പിന്നെ ദേ, കൃത്യമായിട്ടും റെസിപ്റ്റ് തരണം. അതിലല്ല ഞങ്ങൾ ഈ കുറ്റം കൊണ്ട് നടക്കുന്നേ. 10 തൊലിയോ? ഛേ, ഇങ്ങനെയുള്ള കുറെ വെടക്ക് വിദേശ മലയാളികളാ, നല്ല വിദേശ മലയാളികളുടെ പേരുകളാ നിൽക്കുന്നത്. അതെ. വന്നേ, അവന്റെ പൈസ വേണ്ട, ഒന്നും വേണ്ട. അല്ല ഇവരോട് 10 വേണം. എന്ത് 10 രൂപ വന്നേ? ഇങ്ങനെയാണോ ഒരു സംഭാവന വരുന്നത്? ഇയാള് വിദേശ മലയാളി ഒന്നല്ല, ഇയാളുടെ പെണ്ണുപിള്ള വിദേശ മലയാളി. കണ്ടില്ല തലയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിറക്കണേ, നാണല്ലാത്തവൻ. വിദേശ മലയാളി, നാട്ടുകാരെ എല്ലാവരും കേട്ടോ, വിദേശ മലയാളി നിൽക്കുന്നു. വിദേശ മലയാളിയാണ് പോലും വിദേശ മലയാളി. എന്നാ നോക്കണേ? ഇവൻ പിച്ചക്കാരൻ, വിദേശ മലയാളി. തുണി പോലും നാളെ മേടിക്കാൻ കാശില്ലാതെ. നാടകത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടായിരിക്കും അല്ലേ മണി? എന്ത് പറയാനാ വർഷേ, എല്ലാ വർഷത്തെയും പോലെ ഷേക്സ്പിയറിന്റെ നാടകമായിരുന്നെങ്കിൽ ഡ്രസ് എല്ലാം ക്ലബിലുണ്ടായിരുന്നു. ഇതിപ്പോ പഴശ്ശി തമ്പുരാനല്ലേ? അമ്പലത്തിലെ ശാന്തിപ്പണി മുടക്കിയിട്ട് ഇതിനൊക്കെ ഇറങ്ങി തിരിക്കണോ? എന്താ, അഭിനയം അത്ര മോശപ്പെട്ട തൊഴിലാണോ? നോക്കിക്കോ, ഞാൻ അഭിനയിച്ച് ഒരിക്കൽ അഭിനയത്തിന്റെ ചക്രവർത്തി പദത്തിലെത്തും. അന്നെല്ലാ സൗഭാഗ്യങ്ങളും എന്നെ തേടിയെത്തും. അതുവരെ നല്ലപോലെ ഒന്ന് കഷ്ടപ്പെടണം. ദാ നോക്ക്, എന്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നി മറയുന്നത്. വേണ്ടായിരുന്നു, നീ കളിയാക്കണ്ടേ, നോക്കിക്കോ. യാത്രയൊക്കെ സുഖമായിരുന്നായിരിക്കും അല്ലേ? വരുമ്പോ തന്നെ അറിയാം. പാലം വയ്യ കിടക്കണം. ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ പാലം മതിയെ. അങ്ങനെ ഞങ്ങള് കുറുപ്പന്തറ തിയേറ്റേഴ്സിലെ കലാകാരന്മാരാ. ഓ മനസ്സിലായി. ഒന്ന് പിടിക്കാമോ? എവിടെയാ പഠിക്കണ്ടേ? ഇതൊന്ന് പിടിച്ചാ മതി. വേണ്ട സഞ്ജയമായൊക്കെ ഞാൻ പഠിച്ചു. നല്ല നല്ല ഡയലോഗ് ഉണ്ടാവല്ലോ അല്ലേ? ഓ പഴശ്ശി തമ്പുരാൻ ത്രില്ലടിച്ചിട്ട് വയ്യ. പിന്നെ പ്രേം ലൂയിസ് ആശാൻ സംവിധാനം ചെയ്യുമ്പോ അതിന്റെ സുഖം ഒന്ന് വേറെയാ. ആശാൻ ഇന്ന് വരില്ല, നാളെ വരും. അതെന്താ? ആശാൻ ബാറില്ല. ബാറിലോ? അയ്യോ, ഇതാ ബാറല്ല, ഇത് ബാർ അസോസിയേഷൻ കുന്നംകുളം. അവിടെ നാടകോത്സവം നടക്കുക. ആശാൻ അവിടുത്തെ ജഡ്ജാ. ഓ ആശാന്റെ ഒരു ഭാഗ്യം. കുട്ടി എന്തായാലും ഇവിടെ കളിക്കാൻ വന്നതല്ലേ? ഇത് പിടിച്ചാ പോയെന്താ? 1 2 3 4 5. അപ്പൊ വേണമെങ്കിൽ ചക്ക കായ്ക്കും. വാ. ഈ ആർക്കിടയിലെ